റഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരളത്തിലെ ഓർമനയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്നും അവിടുത്തെ ആളുകളുമായി ബന്ധപ്പെട്ടാൽ കൃത്യമായി അവർ പറയും. ഈ ഒരു സംഭവം നമ്മുടെ സഹോദരിമാർ വളരെ പ്രത്യേകമായി കേൾക്കേണ്ടതാണ്. ഒരു ഉമ്മ നമ്മുടെ സഹോദരിമാരുടെ ഇന്നത്തെ അവസ്ഥ, നിൻ്റെ സമയം എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് നാളെ പരലോകത്ത് ചോദിക്കുമ്പോൾ പലർക്കും പറയാനുള്ള മറുപടി മൊബൈലിലും അതുപോലെ സീരിയൽ കണ്ടും ഇങ്ങനെ മറ്റുള്ളവരുമായി ഉള്ള ബന്ധവും ഇങ്ങനെ അല്ലാതെ പറയാനുണ്ടാവില്ല. നല്ലവർ എത്ര ആളുകളുണ്ട്, നല്ല സഹോദരിമാരൊക്കെ ഉണ്ട്. ഈ ഒരു സംഭവം നമ്മുടെ സഹോദരിമാർ വളരെ ഗൗരവത്തിൽ കേൾക്കേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ ഉമ്മ മരിച്ചു 30 വർഷം കഴിഞ്ഞു. ആ ഉമ്മ മരിച്ച് വർഷങ്ങൾ കഴിഞ്ഞതിൻ്റെ ശേഷം മകൻ്റെ മരണ സമയത്ത് മകൻ പറഞ്ഞൊരു വസിയത്ത്, ഞാൻ മരണപ്പെട്ടാൽ എന്നെ ഉമ്മയുടെ കൂടെ ഖബറടക്കണം എന്നാണ്. അപ്പോൾ വസിയത്ത് ഏതായാലും നിർവഹിക്കണമെന്ന് ജനങ്ങൾക്ക് ഒരു തീരുമാനത്തിലെത്തി. അങ്ങനെ ഉമ്മയുടെ അതേ സ്ഥലത്ത് മറമാടാനുള്ള തീരുമാനമാണ്. അങ്ങനെ ഉമ്മയുടെ അടുത്ത ആ ഖബർ ഇറക്കാൻ തുടങ്ങി. ഇത് നമ്മുടെ പ്രിയമുള്ള സഹോദരിമാരെ, ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും മരണപ്പെട്ടു പോകേണ്ടവരാണ്. മരിക്കുന്ന സമയത്ത് അല്ലാഹു ഈമാൻ സലാമത്താക്കട്ടെ. അതിനുവേണ്ടി എന്നും നാം പ്രാർത്ഥിക്കണം. മകൻ്റെ വസിയത്ത് പോലെ ഖബർ മാന്തി നോക്കുമ്പോൾ വല്ലാത്തൊരു സംഭവമാണ്. 30 വർഷങ്ങൾക്ക് മുമ്പ് മറവ് ചെയ്ത ആ ഉമ്മയുടെ മയ്യത്ത്, ആ മയ്യത്തിൻ്റെ കഫൻ പുടവക്ക് പോലും ഒരു പോരലും ഏൽക്കാതെ വളരെ സുന്ദരമായി വളരെ മനോഹരമായി കിടക്കുന്നുണ്ട്. മണ്ണുകളൊന്നും ആ ഉമ്മയെ സ്പർശിച്ചിട്ടില്ല. നല്ല മയ്യത്താണെങ്കിൽ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ. അവർ അത്ഭുതപ്പെട്ടു. പിന്നൊന്നും ചെയ്യാൻ പറ്റാതെ മകനെ വേറൊരു സ്ഥലത്താണ് മറമാടേണ്ടി വന്നത്. എന്തത്ഭുതമാണ് പ്രിയമുള്ളവരെ! ഇത് ഇന്നും അവിടുത്തെ ജനങ്ങളോട് ചോദിച്ചാൽ അവിടുത്തെ നാട്ടുകാർ തന്നെ ഈ ഒരു സംഭവം അവരിലേക്ക് എത്തിയാൽ അവർ തന്നെ ഇതിനെക്കുറിച്ച് പറയും. എന്തുകൊണ്ട് സംഭവിച്ചു? ഉമ്മയുടെ സ്വഭാവം അവർ മനസ്സിലാക്കാൻ, ഉമ്മക്ക് ഇത്രയും നല്ലൊരു മരണവും ഇത്ര നല്ല വിശാലതയും ഖബറിലേക്ക് നല്ല ജീവിതം കിട്ടാനുള്ള കാരണം പരിശോധിക്കുമ്പോൾ ആ ഉമ്മ എവിടെ പോകുമ്പോൾ തൻ്റെ കയ്യിൽ ഒരു ഓലക്കഷ്ണമുണ്ടാകും. ആ ഓലക്കഷ്ണം എന്തിനറിയോ? പോകുന്ന സ്ഥലത്തൊക്കെ സൂറത്തുൽ യാസീൻ ഓതി അതിങ്ങനെ മടക്കി അടയാളപ്പെടുത്തും, അതിൻ്റെ എണ്ണം കിട്ടാൻ വേണ്ടി. മാഷാ അല്ലാഹ്, ദിക്റും സൂറത്തുൽ യാസീനും ഇബാദത്തുകളെ കൊണ്ട് തൻ്റെ ജീവിതം കഴിച്ചപ്പോൾ അള്ളാഹു നൽകിയ സൗഭാഗ്യം. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇബാദത്തുകളെ കൊണ്ട് പ്രത്യേകിച്ച് റജബ് മാസത്തിലേക്ക് ധന്യമാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.